നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഹോംവർക്ക് ചെയ്യാത്തതിന് 7 വയസ്സുകാരനെ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദനം. ഹരിയാനയിലെ പാനിപ്പത്ത് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്കൂളിലാണ് കുട്ടിക്ക് നേരെ ക്രൂരമായ പീഡനം നടന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുകാരനെ സ്കൂൾ ഡ്രൈവർ കയറുകൊണ്ട് കെട്ടി ജനലിൽ തലകീഴായി തൂക്കി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. ഹോംവർക്ക് ചെയ്യാത്തതിനാണ് കുട്ടിക്ക് ഇങ്ങനെ ശിക്ഷ നൽകിയതെന്ന് പറയുന്നു. സംഭവത്തിൽ പ്രിൻസിപ്പലിനെതിരെയും ബസ് ഡ്രൈവർക്കെതിരെയും പോലീസ് കേസെടുത്തു. ജീവനക്കാർ കുട്ടികളോട് ക്രൂരമായി പെരുമാറുന്ന 2 വീഡിയോകളാണ് പുറത്തു വന്നത്. ഇതോടെയാണ് പോലീസ് നടപടിയെടുത്തത്. ഒരു വീഡിയോയിൽ ഹോംവർക്ക് ചെയ്യാത്തതിന് 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂളിലെ ഡ്രൈവർ കയറുകൊണ്ട് കെട്ടി ജനലിൽ തലകീഴായി തൂക്കിയിട്ട് മർദ്ദിക്കുന്നത് കാണാം. മുഖിജ കോളനിയിലെ നിവാസിയായ ആൺകുട്ടിയോടായിരുന്നു ഈ ക്രൂരത. സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ മാതാവ് ഡോളി പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തന്റെ 7 വയസ്സുകാരനായ മകനെ അടുത്തിടെയാണ് ഈ സ്കൂളിൽ ചേർത്തതെന്ന് ഡോളി പറഞ്ഞു. കുട്ടിയെ ശിക്ഷിക്കാൻ പ്രിൻസിപ്പൽ റീന ഡ്രൈവർ അജയിനെ വിളിച്ചു വരുത്തിയെന്നും തുടർന്ന് അയാൾ ആക്രമിച്ചെന്നും ഡോളി ആരോപിച്ചു. അജയ് തന്നെ ചിത്രീകരിച്ച് സുഹൃത്തുക്കൾക്ക് അയച്ച വീഡിയോയാണ് പ്രചരിച്ചത്. പിന്നാലെ വീഡിയോ കുട്ടിയുടെ ബന്ധുക്കൾ കാണുകയായിരുന്നു. മറ്റൊരു വീഡിയോയിൽ പ്രിൻസിപ്പൽ റീന വിദ്യാർത്ഥികളുടെ മുഖത്ത് തുടരെ അടിക്കുന്നതും കാണാം. വിദ്യാർത്ഥികൾ സഹപാഠികളായ 2 പേരോട് മോശമായി പെരുമാറിയതിനെ തുടർന്നാണ് ശിക്ഷ നൽകിയതെന്നും മാതാപിതാക്കളെ ഇക്കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും പ്രിൻസിപ്പലിന്റെ വിശദീകരണം. സ്കൂളിൽ ശിക്ഷയായി കുട്ടികളെ കൊണ്ട് ടോയ്ലറ്റ് വൃത്തിയാക്കാൻ നിർബന്ധിക്കാറുണ്ടെന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്.